ഏവർക്കും നമസ്കാരം. ജൂലൈ മാസം 1-ാം തീയതി മുതൽ ജൂലൈ 31-ാം തീയതി വരെയും നീളുന്ന ജൂലൈ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി നമുക്ക് ജൂലൈ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ജൂലൈ 16-ാം തീയതി വരെയും മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് ജൂലൈ 17 മുതൽ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ ജൂലൈ 27 വരെയും ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാകും സഞ്ചരിക്കുക. വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ ജൂലൈ 25 വരെയും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും സഞ്ചരിക്കുന്നു. അതായത് ഭൂരിഭാഗവും ശുക്രൻ സഞ്ചരിക്കുന്നത് ഇടവത്തിൽ ആണ്. ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. രാഹുകേതുക്കൾ തങ്ങളുടെ സഞ്ചാരം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഓരോ കൂറുകാരുടെയും ജൂലൈ മാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. മീനക്കൂർ പൂരൊരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 4, 5 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാകും സൂര്യൻ ഈ മാസം ഈ കൂറുകാർക്ക് നൽകുക. 4-ാം ഭാവം എന്നത് കുടുംബത്തെ കുറിക്കുന്ന ഭാവം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ്, മനസ്സമാധാനക്കുറവ്, ശാരീരികവും മാനസികവുമായ ചില ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. തുടർന്ന് സന്താനഭാവമായ 5-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ചില ക്ലേശങ്ങൾ, വിദ്യാതടസ്സം, ആരോഗ്യ പ്രശ്നങ്ങൾ, പഠനത്തിൽ ഒരു അലസത, ഏകാഗ്രത ഇല്ലായ്മ, ശത്രുശല്യം എന്നിവയെയും സൃഷ്ടിക്കാം. സാമ്പത്തികമായും ചില പ്രതിസന്ധികൾ അലട്ടാം. ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴവും 4-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം 4-ൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല, എന്നാൽ വലിയ കടുത്ത ദോഷങ്ങളെയും നൽകില്ല. 4-ാം ഭാവം കുടുംബഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ കുടുംബാംഗങ്ങൾക്ക് ചില ശാരീരിക മാനസിക ക്ലേശങ്ങൾ, അസ്വസ്ഥതകൾ എന്നിവ 4-ലെ വ്യാഴം സൃഷ്ടിക്കാം. വ്യാഴം എന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപൻ കൂടിയാകുന്നു. മറഞ്ഞു നിൽക്കുന്ന ഈശ്വരാനുഗ്രഹം തെളിഞ്ഞ് തുടങ്ങുന്ന കാലമാകയാൽ ഈ കൂറുകാർ വ്യാഴപ്രീതി വരുത്തുന്നത് ശാരീരിക മാനസിക സൗഖ്യങ്ങൾക്കും കർമ്മപുഷ്ടിക്കും ഏറെ ഉത്തമം ആകുന്നു. ചൊവ്വ ഈ കൂറുകാരുടെ 6-ൽ കൂടിയായിരിക്കും ഈ മാസം 27 വരെയും സഞ്ചരിക്കുക. ശത്രുക്കൾ, കടം, രോഗം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ 6-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് വളരെ വിശേഷമാകുന്നു. കാരണം 6-ൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പൊതുവെ നല്ല ഫലങ്ങളെയാണ് നൽകുക. ഇതേ ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുന്നുണ്ട്. അതായത് ചൊവ്വയും കേതുവും ഈ ഭാവത്തിൽ സംഗമിക്കുന്നു. കുജകേതുക്കൾ ഈ 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ ദോഷകരമായ ശക്തികളെ എല്ലാം നശിപ്പിക്കുന്നു. തൽഫലമായി ശത്രുനാശം, രോഗമുക്തി, കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും എല്ലാം മോചനം എന്നിവ ഈ സമയത്ത് ഉണ്ടാകും. ഈ സമയത്ത് ആത്മവിശ്വാസം, പോരാട്ടവീര്യം എന്നിവ വർദ്ധിക്കുന്നു എന്നതിനാൽ ഇവർ ഏത് പ്രതിസന്ധികളെയും ചെറുത്തു തോൽപ്പിച്ച് ലക്ഷ്യം കൈവരിക്കും. മത്സര പരീക്ഷകളിലും മറ്റും ഇവർ മിന്നുന്ന വിജയം കരസ്ഥമാക്കും. തൊഴിൽ രംഗത്തും ഇവർക്ക് അംഗീകാരം, കീർത്തി, ആദരവ്, നായകത്വം എന്നിവ വന്നു ചേരുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം വളരെ മികച്ചതാകും. വിദ്യാർത്ഥികളും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കും. പഠനം, ഉപരിപഠനം എന്നിവയ്ക്കും വളരെ അനുയോജ്യമായ സമയമാണ് ഇത്. ബിസിനസ്, മറ്റ് വ്യവഹാരങ്ങൾ എന്നിവയിൽ പുരോഗതി, ലാഭം എന്നിവ ഉണ്ടാകും. ബുധൻ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകുന്നു. തൽഫലമായി ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, പഠനത്തിൽ അലസത, ഏകാഗ്രത ഇല്ലായ്മ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. കൂടാതെ ആശയക്കുഴപ്പങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പാളിച്ചകൾ എന്നിവ ഔദ്യോഗിക രംഗത്തും കുടുംബരംഗത്തും ചില പ്രതിസന്ധികളെ സൃഷ്ടിക്കാം. ശുക്രൻ ഈ കൂറുകാരുടെ 3, 4 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു എന്നതിനാൽ ശുക്രൻ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു. സഹോദരഭാവം, പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലനാകുന്നു. സഹോദരഗുണം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ 3-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്നു. കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം, ശൗര്യം എന്നിവയെ നൽകും. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം, മനോബലം എന്നിവ ഇവർക്ക് വന്നു ചേരും. തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് വിചാരിച്ച പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിൽ എത്തിക്കും. ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ, ക്ഷേമം എന്നിവ ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. നേതൃഗുണം, പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും. തുടർന്ന് ജൂലൈ 26 മുതൽ ശുക്രൻ മീനക്കൂറുകാരുടെ 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു. 4-ാം ഭാവം എന്നത് സുഖസ്ഥാനമെന്ന് അറിയപ്പെടുന്നു.
കൂടാതെ മാതാവ്, കുടുംബം, വാഹനം എന്നിവയെയും 4-ാം ഭാവം കുറിക്കുന്നു. 4-ാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്ന് ആകയാൽ ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും. അതുകൊണ്ട് തന്നെ ശുക്രൻ 4-ൽ സഞ്ചരിക്കുമ്പോൾ മാതൃ സൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും. ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും. കൂടാതെ 4-ാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക, വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത ഉണ്ടാകും. ശനി ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത്. ജന്മശനി എന്ന അവസ്ഥ 7ാം ശനിക്കാലത്തെ പ്രതികൂലമായ ഒരു അവസ്ഥയാണ് എന്ന് അറിയുക. ശരീരസുഖം, ആരോഗ്യം, ഓജസ്, യശസ് എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് 1-ാം ഭാവം എന്ന് അറിയപ്പെടുന്ന ജന്മം. അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ, അനാരോഗ്യം, രോഗം, മാനസികമായ സംഘർഷങ്ങൾ, ഏകാന്തത, അകാരണമായ ഭയം എന്നിവയെ എല്ലാം നേരിടാവുന്ന കാലമാണ് ഇത്. എന്നാൽ ഇവിടെ ശനി പ്രവേശിക്കുന്നത് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ മീനക്കൂറുകാർക്ക് ജന്മശനി അത്ര കണ്ട് ദുരിതങ്ങളെ വിതയ്ക്കുകയും ഇല്ല. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിലും 6-ലുമായി സഞ്ചരിക്കുന്നു. 12-ാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവമെന്നാണ് അറിയപ്പെടുന്നത്. തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത്. പാഴ്ചെലവുകൾ, അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു ഈ 12-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ഭവിക്കാം. തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം. കൂടാതെ 12-ലെ രാഹു രോഗാരിഷ്ടതകൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം. എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി, വരുമാനം, ധനപരമായ നേട്ടങ്ങൾ, പഠനം, ഗവേഷണം എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ സമയവും ആകും ഇത്. രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടനാകുമ്പോൾ കേതു ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലദായകനായി മാറുന്നു. 6-ാം ഭാവം കേതു 6-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 6-ാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു. രോഗാരിഷ്ടതകൾ, ശത്രുക്കൾ, കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, വിപരീത ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ 6-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ ശക്തികൾക്ക് എല്ലാം നാശം വരുത്തുന്നു. തൽഫലമായി രോഗമുക്തി, ശത്രുനാശം, കടങ്ങളിൽ നിന്നും മോചനം, ഊർജം, ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്നു. ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടുകൂടി തരണം ചെയ്യുന്നു. ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ്. കൂടാതെ കർമ്മരംഗത്തും ഇവർ നേട്ടങ്ങൾ, കീർത്തി, അധികാരം, നായകത്വം, സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം നേടും. ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം, സമാധാനം, ഐശ്വര്യം എന്നിവയെ 6-ൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും. അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ മാസം ചൊവ്വ, കേതു, ശുക്രൻ എന്നിവർ ഏറ്റവും അനുകൂലരായി ഗുണാനുഭവങ്ങളെ നൽകുന്നു. എന്നാൽ സൂര്യൻ, ബുധൻ, വ്യാഴം, ശനി, രാഹു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു. കേതുവും ചൊവ്വയും 6-ൽ സംഗമിക്കുന്നു എന്നത് ഈ കൂറുകാർക്ക് ഏറ്റവും വർദ്ധിതമായ വീര്യത്തെയും ഊർജ്ജത്തെയും പ്രദാനം ചെയ്യുന്നു. 4-ലെ വ്യാഴം അത്ര കണ്ട് ദോഷകാരി ആകുന്നില്ല. മാത്രമല്ല 4-ലെ ശുക്രൻ ഈ കൂറുകാർക്ക് കുടുംബസൗഖ്യം നൽകുകയും ചെയ്യുന്നു. എന്നാൽ 5-ാം ഭാവത്തിൽ സൂര്യനും ബുധനും പ്രതികൂലരായി നിലകൊള്ളുന്നു എന്നത് ഇവർ സന്താനങ്ങളുടെ ആരോഗ്യം, പഠനം എന്നിവയിൽ നല്ല ശ്രദ്ധ കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.